എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സാധാരണ നിലയിൽ ഇതുപോലെയുള്ള പരാതികൾ വന്നാൽ ആരോപണ വിധേയരെ ഷീൽഡ് ചെയ്ത ചരിത്രമാണ് കേരളത്തിലെ എല്ലാ പാർട്ടികളും. ഞാൻ ഈ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. ഇവിടെ എണ്ണം പറഞ്ഞ് ജിൻഡോ ജോൺ നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളുടെ കാര്യം പറഞ്ഞല്ലോ, ഷീൽഡ് ചെയ്തിട്ടില്ലേ? ഇപ്പോഴും ഷീൽഡ് ചെയ്യുന്നില്ലേ? ഇതിപ്പോ ഇത്ര മാത്രം അന്വേഷിക്കാൻ എന്തിരിക്കുന്നു? ഈ അടുത്ത ദിവസമാണ് നിങ്ങളുടെ പത്തനംതിട്ടയിലെ ഒരു മഹിളാ നേതാവ് പ്രധാനപ്പെട്ട മഹിളാ നേതാവ് പല വേഷത്തിലും പേരിലും നല്ല തറവാടിത്തുള്ള കള്ളികൾ ഇറങ്ങി. തീവ്രത കുറവായിരുന്നു മുകേഷിന്റെ പീഡനത്തിന് എന്ന് പറഞ്ഞത്. അത് കേൾക്കുന്ന ജനങ്ങൾക്ക് എന്തുമാത്രം അവമതിപ്പും അവജ്ഞയും ഉണ്ടാക്കും ആ വാചകം എന്നുള്ളത് അറിയാത്ത ആളായിരിക്കില്ലല്ലോ താങ്കൾ. അപ്പോ സ്വന്തം പക്ഷത്തുള്ള ആളുകൾക്കെതിരെ ആരോപണം വരുമ്പോൾ അവരെ ഷീൽഡ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പുറത്തൊരാൾക്കെതിരെ പരാതി, അത് എത്ര ജനുവിനായ പരാതിയാണെങ്കിലും അതിൽ ആക്ഷൻ വരുമ്പോ കുറെ പേരെങ്കിലും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അവൻ പറഞ്ഞ നേരാ. ഞാൻ ഈ പറഞ്ഞൊരു വാക്ക് വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം ആവർത്തിച്ച് അടിക്കടി പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അതല്ലാതെ മറ്റൊരു പിടിവള്ളിയില്ല. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. സാമ്യവൽക്കരിക്കൽ. അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ KPCCയുടെ നിർദ്ദേശത്തെ, കടുത്ത നിർദ്ദേശത്തെ അവഗണിച്ച് ആരുമായിട്ടാണ് സാമ്യപ്പെടുത്തിയത്? ശ്രീ ഉമ്മൻചാണ്ടിയുമായി. എന്തിന്റെ അസുഖമാണ് രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നു? ഞാൻ ജിൻഡോയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ജിൻഡോയെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ തയ്യാറാകുന്നു. ശിവരാജൻ കമ്മീഷനെ നിയോഗിച്ചത് ഇടതുപക്ഷ സർക്കാരല്ല, നിങ്ങൾ ഉദ്ദേശിക്കും പോലെ സഖാവ് പിണറായി അല്ല. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ശിവരാജൻ കമ്മീഷന്റെ മുന്നിൽ ആ തെളിവെടുപ്പിന് പൂർണ്ണമായും ഇരുന്ന് ആ തെളിവെടുപ്പ് തയ്യാറാക്കപ്പെട്ടത് പിണറായി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലല്ല. അതാണ് ഞാൻ താങ്കളോട് പറയുന്നത്. താങ്കൾ കേരളത്തിലെ പൊതു മനസാക്ഷിയുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കരുത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിങ്ങളിപ്പോ ഒന്ന് രണ്ട് പേര് പറഞ്ഞു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും അതുപോലെ തന്നെ CPMന്റെ മറ്റൊരു നേതാവിനെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങളോട് ഞാൻ വെല്ലുവിളിച്ച് ചർച്ചയിൽ ചോദിക്കുകയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. P ശശിയെ കുറിച്ച് ആരോപണം ഉന്നയിച്ച ആളിനെ സംബന്ധിച്ച് താങ്കൾ പേരുവിവരം പുറത്തുവിടണം. PK ശശിയെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച ആളിനെ സംബന്ധിച്ചുള്ള പേരുവിവരവും മറ്റു കാര്യങ്ങളും പുറത്തുവിടണം. ഇവൻ നമുക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികളും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കണം അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. എനിക്ക് ചോദിക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് ഞാൻ പറഞ്ഞത്. സാമ്യപ്പെടുത്തരുത്. 2 MLA-മാരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ വിഷയമുണ്ടായി, സാമ്യപ്പെടുത്തരുത്. അതുമായി ഇത് രണ്ടും തുല്യമാണോ? മറ്റൊന്ന്, ജയിലിൽ പോയി ആളുകളെ മാലയിട്ട് സ്വീകരിച്ചതിന്റെ ചരിത്രം ജിൻഡോ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി. നിങ്ങൾ മലർന്നു കിടന്ന് ഇങ്ങനെ തുപ്പുകയാണ്. നിങ്ങൾ തുപ്പിക്കൊണ്ടേയിരിക്കൂ, കുഴപ്പമില്ല. കേരളത്തിന്റെ പൊതുസമൂഹം നിരീക്ഷിക്കുന്നു, അവർ വിലയിരുത്തട്ടെ. എനിക്കത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ മറ്റാരെയെങ്കിലും രക്ഷപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ടോ? നിങ്ങൾക്ക് രൂക്ഷമായി വിമർശിക്കാം, വിമർശനം ഉന്നയിക്കാം. അങ്ങനെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. അത് നിങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന എളുപ്പ വഴിയാണ്. ആ എളുപ്പ വഴി നിലനിൽക്കില്ല. പറഞ്ഞിരിക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ. വസ്തുതാപരമായി നമ്മൾ പരിശോധിച്ചാലേ ഈ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഈ സർക്കാർ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചു, ഘട്ടം ഘട്ടമായി ഓരോ നടപടി എടുത്തു. ഇതിന്റെ ഈ പരാതിയുടെ തീവ്രതയൊന്നും അളന്നിട്ടല്ല ഞങ്ങൾ നടപടി എടുക്കുന്നത്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപടിയെടുത്തു. അങ്ങനെ ഒരു നടപടി എടുക്കാത്തവർ ഇന്നും ഞങ്ങളെ വിമർശിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയാൻ കാരണം, ഇന്നും രാഹുലിന്റെ ഭാഗത്ത് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അണികൾ മാത്രമല്ലെന്നേ, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. രാഷ്ട്രീയം ഇല്ലാത്തവരും വിചാരിക്കുന്നു. എന്താ പറഞ്ഞത് ശരിയല്ലേ? കാരണം രാഹുലിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഒരു ചാമ്പ്യൻ തന്നെയായിരുന്നു രാഹുൽ. അങ്ങനെ ഒരു രാഹുൽ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒന്നാമത്തെ കാര്യം. അതിന് കാരണം എന്താ? ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി പ്രതിയാക്കാൻ വേണ്ടിയിട്ട് CBIയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ഉളുപ്പുണ്ടോ പിണറായി വിജയന് സ്ത്രീ ലംബടന്മാരെന്ന് മറ്റാളുകളെ വിളിക്കാനായിട്ട്? ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് ഇക്കിളി കൊണ്ട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. കേട്ടോടാ,
അന്തസ് വേണോടാ അന്തസ്. ഇന്ന് കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ളതോ ഇല്ലാത്തതോ ഉള്ളതോ ആയിട്ടുള്ള പരാതികൾ ആർക്കെതിരെ വന്നാലും പൊതുജനം വിശ്വസിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഈ സർക്കാരിന്റെ കുൽസിത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നതെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി. അതൊരു ആ ഗതികേടിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചതിന്റെ ഒന്നാം പ്രതി പിണറായി വിജയൻ സർക്കാരാണ്. പോരാ പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക. ഇനി എനിക്ക് സുരേഷ് കുമാറിനോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. നീ അറിഞ്ഞ നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് സംഘടനാപരമായിട്ടുള്ള നടപടി. രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. ഉത്തരവാദിത്ത ബോധത്തോടെ ഞങ്ങൾ പറയുന്നു, നടപടിയെടുത്തു. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഒരു കാര്യം തിരിച്ചു നോക്കട്ടെ, പി ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പി കെ ശശിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു, നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ കുഞ്ഞു മുഹമ്മദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? മുകേഷിനെതിരെ സംഘടനാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിമാനം ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പാണ്. ഗണേഷിന്റെയും ശശീന്ദ്രന്റെയും പിന്തുണ വാങ്ങി ഭരിക്കണമെന്ന് പിണറായി വിജയന് തോന്നുന്നത് ഉളുപ്പില്ലായ്മ കൊണ്ടല്ലേ? നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കൂ, ഓരോന്നായിട്ട്. ഇനി വൈശാഖൻ ഡിവൈഎഫ്ഐയുടെ നേതാവല്ലേ? ഇനി നിങ്ങളുടെ പൂക്കാസയുടെ നേതാവുണ്ടല്ലോ, ഒരു ഗോകുലേന്ദ്രൻ, അയാൾക്കെതിരെ പോക്സോ കേസാണ് വന്നിരുന്നത്. സംഘടനാപരമായി എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിച്ചു? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ നടപടി എടുത്ത ഒരു പാർട്ടി, കേരളത്തിലെ പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം ആരോപണം നേരിടുമ്പോൾ ഒരു അമാന്തം ഉണ്ടാകുന്നുണ്ട്. ആ അമാന്തമില്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനിങ് എടുത്ത് നടപടി സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ വരുന്ന നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. തല ചുറ്റുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഉന്നതന്മാരുടെ പേര് മൂടി വെച്ചിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ട നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് പറയാൻ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള നടപടി സ്വീകരിച്ചു? ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ സർക്കാരിനെ വിശ്വസിച്ച് പരാതി കൊടുക്കാൻ എന്തുകൊണ്ടാ അതിൽ അതിജീവിതമാർക്ക് പറ്റാതെ പോയത്, ഇരകൾക്ക് പറ്റാതെ പോയത്? ഈ സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഓരോ കേസെടുത്താലും TP കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടും നിങ്ങൾ സമ്മതിച്ചു? കുഞ്ഞനന്തൻ ഒരു കുഞ്ഞു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത മഹാമനുഷ്യനാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ, നിങ്ങൾ PP ദിവ്യയെ കോടതി ജയിലിൽ പോയി സ്വീകരിച്ചത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരല്ലേ? സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യമടക്കമുള്ള നേതാക്കന്മാരല്ലേ പിന്തുണച്ചത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. അപ്പൊ ശിക്ഷിക്കപ്പെട്ട ആളുകളായിക്കോട്ടെ, ജയിലിൽ പോയ ആളുകളായിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നില്ല സംഘടനാപരമായി. പിന്നല്ലാതെ ഇനി ഏതെങ്കിലും വ്യക്തികൾ അണികളോ അനുഭാവികളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തിരിച്ചുവരവ് വരാൻ വൈകുന്നതിന് കാരണം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതുപോലെയാണ് ഇതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടായിരിക്കും. രാഘവൻ പറഞ്ഞത് വാസ്തവം. നമ്മളുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം തെരഞ്ഞെടുപ്പുകളാകുമ്പോൾ ഇത്തരം വാർത്തകൾ വരികയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. പരാതി ആർക്കും എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാതി ഉയർന്നു വന്നത്. പിന്നെങ്ങനെ പറയണം? ഈ സാഹചര്യം നിൽക്കുന്നതുകൊണ്ടാണ് ജനങ്ങളും പൊതുപ്രവർത്തകരൊക്കെ വിശ്വസിക്കാൻ മടിക്കുന്നത്. അത് പിന്നീട് കോടതി വ്യവഹാരങ്ങളിലൂടെയൊക്കെ തെളിയിക്കപ്പെട്ടിട്ട്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ബോധ്യപ്പെട്ട കാര്യത്തിൽ പാർട്ടി സംഘടനാപരമായി നടപടി എടുത്തിട്ടുണ്ട്. അവൻ പിന്നെ കള്ളം പറയും. അത് പാർട്ടി പ്രവർത്തകർക്ക് എല്ലാവർക്കും ഈ സ്വിച്ചിട്ട പോലെ അമർത്തി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഒരു കേഡർ പാർട്ടിയല്ലേ, ഞങ്ങളൊരു മാസ് പാർട്ടിയാ. ഇതൊരു വലിയ ആൾക്കൂട്ടവും വലിയ ഇതൊക്കെയല്ലേ. കേഡർ പാർട്ടിയുള്ള CPM-ന് പോലും അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട P ശശിയെ തിരിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകനായിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പില്ലാത്ത കാലത്ത് ചോദിക്കാൻ ഒരാൾക്കും പറ്റുന്നില്ലല്ലോ. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് മുകേഷിനെതിരെ എന്തുകൊണ്ട് ബലാത്സംഗ കുറ്റത്തിൽ പോലും പ്രതിയാക്കപ്പെട്ട മുകേഷിനെതിരെ എന്തുകൊണ്ട് സംഘടനാപരമായി നടപടിയെടുത്തില്ല എന്ന് ചോദിക്കാൻ പറ്റുന്നു? കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പിന്നല്ലാതെ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.